വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ എത്രാമത്തെ ഉച്ചകോടിയാണ് 2024 ഒക്ടോബറിൽ നടന്നത്? 16ാമത്. 2024 ഒക്ടോബർ 22 മുതൽ 24 വരെ റഷ്യൻ നഗരമായ കസാനിലായിരുന്നു ഉച്ചകോടി. 36 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. 17ാമത് ഉച്ചകോടി ബ്രസീലിലാണ് നടക്കുന്നത്. അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച റവന്യൂ രജിസ്ട്രേഷൻ സർവേ വിഭാഗങ്ങളുടെ സംയോജിത ഡിജിറ്റൽ പോർട്ടൽ ഏത്? എൻ്റെ ഭൂമി. ഭൂമി കൈമാറ്റം, ഭൂമി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടെംപ്ലേറ്റ് സംവിധാനം, ലൊക്കേഷൻ സ്കെച്ച്, ബാധ്യതാ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾ ഒറ്റ പോർട്ടലിലൂടെ ലഭ്യമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ യുവതീ-യുവാക്കളെ ഉൾപ്പെടുത്തി സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച കലാസംഘത്തിൻ്റെ പേര് റിഥം. 18നും 40നും ഇടയിൽ പ്രായമുള്ള 30 പേരടങ്ങുന്ന സംഘത്തിൻ്റെ കലാപരിപാടിയുടെ ആദ്യ അവതരണം ഒക്ടോബർ 23 തിരുവനന്തപുരത്ത് നടന്നു. രാജ്യത്തെ ജയിലുകളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച ഉത്തരവ് എന്താണ്? ജയിലുകളിൽ ജാതി അടിസ്ഥാനമാക്കി തൊഴിൽ ചെയ്യുന്നത് നിർത്തലാക്കുക. ജയിൽ രജിസ്ട്രേഷനിലെ ജാതിക്കോളം ഒഴിവാക്കുക. ജയിലുകളിലെ തൂപ്പുജോലി പോലുള്ളവ പിന്നോക്കക്കാർക്കും പാചകം പോലുള്ളവ ഉയർന്ന ജാതിക്കാർക്കും നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. കണ്ണുകൾ മൂടിക്കെട്ടാത്ത വിധത്തിലുള്ള നീതിദേവതയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ലൈബ്രറിയിൽ. കണ്ണുകൾ തുറന്ന് ഇടതു കൈയിൽ വാളിനു പകരം ഭരണഘടന ഏന്തിയതാണ് പുതിയ നീതിദേവതയുടെ പ്രതിമ. വലതു കൈയിലെ തുലാസിന് മാറ്റമില്ല. ചിലിയൻ ദേശീയ കവി പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന നോവലിൻ്റെ സൃഷ്ടാവ്. ആന്റോണിയോ സ്കാർമത്ത. അടുത്തിടെ 83ാം വയസ്സിൽ ഇദ്ദേഹം അന്തരിച്ചു. തിരക്കഥാകൃത്തും സംവിധായകനും ചിലിയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥനുമായിരുന്നു ഇദ്ദേഹം. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. ഇദ്ദേഹത്തിന് 73 വയസ്സാണ്. മുൻ പ്രതിരോധ മന്ത്രിയാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPIയുടെ സേവനം ഏറ്റവും ഒടുവിൽ ആരംഭിച്ച രാജ്യം മാലദ്വീപ്. 2024 ഒക്ടോബർ 22 60ാം വാർഷികം ആഘോഷിച്ച മലയാളത്തിലെ ആദ്യ പ്രേത സിനിമ ഭാർഗവീ നിലയം. വൈക്കം മുഹമ്മദ് ബഷീർ നീലവെളിച്ചം എന്ന തൻ്റെ കഥ വികസിപ്പിച്ച് തിരക്കഥ എഴുതി വിൻസെൻ്റ് സംവിധാനം ചെയ്ത ചിത്രം 1964 ഒക്ടോബർ 22 തിയേറ്ററുകളിലെത്തിയത്. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലുവോങ് കുവോങ്. ഏത് രാജ്യവുമായുള്ള ഇന്ത്യയുടെ അതിർത്തിയിലെ പെട്രോളിംഗ് പുനരാരംഭിക്കാനാണ് അടുത്തിടെ ധാരണയുണ്ടായത്? ചൈന. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലാണ് ഇരു രാജ്യങ്ങളും പെട്രോളിംഗ് നടത്തുക. 2020 ഗാർവൺ സംഘത്തെ തുടർന്ന് തർക്കമാണ് ഇതോടെ പരിഹരിക്കപ്പെട്ടത്. വായു ഗുണനിലവാര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും മലിനമായ നഗരം ലാഹോർ. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോറിൻ്റെ വായു ഗുണനിലവാര സൂചിക 394 എന്ന ഏറ്റവും അപകടകരമായ നിരയിലെത്തി. ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് അധിഷ്ഠിത സ്വയം പ്രവർത്തിക്കുന്ന ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സൗകര്യം ആരംഭിച്ചത് എവിടെ? തിരുവനന്തപുരം. ഈയിടെ അന്തരിച്ച വിമോചന വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പെറുവിലെ വൈദികൻ ഗുസ്താവോ ഗുട്ടിയേറസ്.